നമസ്കാരം. നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും പരമമായ ആഗ്രഹം എന്ന് പറയുന്നത് സമൃദ്ധിയും സന്തോഷവും സന്താന സൗഭാഗ്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനൊക്കെ വിലങ്ങുതടിയാകുന്ന ഒന്നാണ് പിതൃക്കളുടെ ശാപം, പിതൃക്കളുടെ ദോഷമെന്നത്. പിതൃക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമല്ല. ഈ പിതൃപരമ്പര എന്ന് പറയുന്നത് അതങ്ങ് സത്യത്തിൽ ആദിപിതാവായ ആദിമാതാവായ പരമശിവനിൽ നിന്നും പരമേശ്വരിൽ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അവരിലൂടെ വന്ന ആ ജീവൻ്റെ വിളക്ക് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് അവർ കൊളുത്തി വെക്കുകയാണ് ചെയ്തത്. ആ ജീവൻ്റെ വിളക്കിനെ, ജീവൻ്റെ അഗ്നിയെ നമ്മുടെ ശരീരത്തിലേക്ക് കൊളുത്തി വെച്ച ആ പരമപിതാവിൽ നിന്ന് തുടങ്ങുന്ന, പരമമാതാവിൽ നിന്ന് തുടങ്ങുന്ന ആ പിതൃപരമ്പരയെ നമ്മൾ വേണ്ടത്ര രീതിയിൽ ഗൗനിച്ചില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺകണ്ട ദൈവമായിട്ടുള്ള, നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും നമ്മുടെ അച്ഛനും അമ്മയും. അവരെയാണ് നമുക്ക് കൺകണ്ട ദൈവമായി കരുതേണ്ടത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന നമ്മുടെ ആ അച്ഛനെയും അമ്മയെയും നമ്മുടെ പിതൃപരമ്പരയുടെ ഇങ്ങേയറ്റത്തെ കണ്ണിയായി കണക്കാക്കിക്കൊണ്ട് അവരെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് പിതൃശാപം, പിതൃദോഷം ഇല്ലാതാക്കാം. പിതൃദോഷമെന്ന് പറയുന്നത് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ പിതൃദോഷമുള്ളവർ പൂജയോ ജപമോ വഴിപാടുകളോ എന്തു തന്നെ ചെയ്താലും അതിന് യാതൊരുവിധ പ്രയോജനവും ലഭിക്കുകയില്ല. പിതൃക്കൾ പ്രസന്നരായ ആണെങ്കിൽ മാത്രമേ ദൈവങ്ങളും പ്രസാദിക്കൂ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ എന്ന് പറയുന്നത് പോലെ പിതൃദോഷമുള്ളവർ അത് സ്വന്തം അനുഭവങ്ങളിൽ കൂടെ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാരെ സ്നേഹിക്കുക, അവർക്ക് കരുതൽ നൽകുക. ഞാനൊന്ന് വീണ് കിടന്നാൽ എൻ്റെ മകനോ മകളോ എന്നെ വന്ന് സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു വിശ്വാസം ആ അമ്മയ്ക്കുണ്ടാകണം, ആ അച്ഛനുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് പിതൃശാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പുണ്യമുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കാതിരിക്കുക, ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുക്കുന്ന സമയത്ത് അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കുകയോ ചെയ്യാതിരിക്കുക, സമയാസമയങ്ങളിൽ അവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക, മാതാപിതാക്കളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുക. വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മാതാപിതാക്കളെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് വിമുഖത കാട്ടിക്കൊണ്ട് മാറ്റി നിർത്തുക. അങ്ങനെ പുതുവസ്ത്രം വാങ്ങുന്ന സമയത്ത്, സിനിമ കാണാൻ പോകുന്ന സമയത്ത്, വീട്ടിൽ നല്ല ഭക്ഷണം മേടിക്കുന്ന സമയത്ത് അച്ഛനെയും അമ്മയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ ആ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുമെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം. അതൊക്കെ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലുണ്ടാക്കുന്ന മുറിവുകളാണ് നിങ്ങൾക്ക് പിതൃശാപമായി മാറുന്നത്. സുഖമായി ഉറങ്ങുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യം നിഷേധിക്കുക, അവരുടെ മനസ്സിനെ നിരന്തരമായി ഒന്നും രണ്ടും പറഞ്ഞ് വിഷമിപ്പിക്കുക, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഭൗതിക സ്വത്തുക്കളെക്കുറിച്ച് വഴക്കുകൾ ഉണ്ടാക്കുക, തർക്കിക്കുക, തമ്മിൽ തല്ലുക, കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും മക്കളുടെയും ദ്രോഹം കൊണ്ട് ചില വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ആത്മഹത്യ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും ആ കുടുംബത്തിന് പിന്നീട് വലിയ ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പിതൃക്കളെന്നാൽ മരിച്ചവർ, പൂർവികർ, മാതാപിതാക്കൾ എന്നതിനൊക്കെ വിപുലമായിക്കൊണ്ട് ഇതങ്ങ് പരമശിവനിലും പാർവതിയിലും വരെ ചെന്നെത്തുന്ന ഒരു വലിയ ഒരു പരമ്പരയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും പുണ്യങ്ങളും നശിച്ചിട്ട് അവസാനം യാചകരായിട്ട് റോഡിൽ തെണ്ടിത്തിരിഞ്ഞ് നശിച്ചു മരിക്കേണ്ടതായി വരുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പിതൃശാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമസ്കാരം.